welcome back to my channel. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുഡ് വെയർസും പിന്നെ ഒരു ബാഗുമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആമസോണിലാണെങ്കിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഫുഡ് വെയർസ് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫുഡ് വെയർ ആണ്. വാൻ ഹുസൈൻ്റെ സാൻഡിൽസ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാൻഡിൽസ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ടാൻ കളർ മുന്നേ പർച്ചേസ് ചെയ്താൽ കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ വട്ടം വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലാക്കും കൂടെ പർച്ചേസ് ചെയ്തു. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഇതിൻ്റെ സോളാണെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇത് ഫ്ലാറ്റ്സ് ആട്ടോ. ഞാനധികം ഫ്ലാറ്റ്സാണ് ഇടാറ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ഫ്ലാറ്റ്സ് ആട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ചുരുങ്ങിയ മോഡൽ ആ ഒരു ഡിസൈനാട്ടോ. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ച സൈസ് 5 UK ആണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 780 റുപ്പീസിനാണ്, 718. ഇപ്പോഴാണെങ്കിൽ ഇതിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 475 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് വെയർ ആട്ടോ. നെക്സ്റ്റ് വരുന്ന ബാറ്റയുടെ ഒരു ഫുഡ് വെയർ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാൻഡിൽസ് ആണ്. ആൻഡ് ഇതാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്തത് 392 റുപ്പീസിനാണ്. ഇപ്പോൾ ഇത് 350 റുപ്പീസിന് അവൈലബിൾ ആട്ടോ. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ്സ് ആണ്. പിന്നെ പിക്ചറിലാണെങ്കിൽ ഇതിൻ്റെ ഈ സോളിൻ്റെ ഭാഗമില്ല, ഇതാണെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ടാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ചെറിയ റെഡിൻ്റെ ഒരു ടിൻ്റ് ഉണ്ട് കേട്ടോ. അത് പക്ഷേ പിക്ചറിലാണെങ്കിൽ നല്ല ടാൻ കളറാണ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പർച്ചേസ് ചെയ്ത് 392. ഇപ്പോൾ ഇത് 350 റുപ്പീസിന് അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച 5 UK ആണ്. ഇപ്പോൾ നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് മാക്സിൻ്റെ ഈ ഒരു ഫുഡ് വെയർ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുഡ് വെയർ ആട്ടോ. ഇവിടുത്തെ ഈ ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സോളാണെങ്കിൽ ടാൻ കളറാണ്, കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ടാൻ കളറാട്ടോ. ഇതിൽ ഈ ഒരു കളർ പ്രിൻ്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫുഡ് വെയർ ആണ്. ആൻഡ് ഇതിൻ്റെ താഴെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആട്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ മേടിച്ച സൈസ് 5 UK ആണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 599 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫുഡ് വെയർ ആണ്. ഇത് ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പലതരം മോഡൽ ബ്രെയ്ഡാണ്. ഇവിടെ ഒരു ബ്രെയ്ഡ്, ഇവിടെ ബ്രെയ്ഡ്, പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് വലിയ ബ്രെയ്ഡ്. അപ്പോൾ സോളാണെങ്കിൽ അറ്റത്തൊക്കെ കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറാണ്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വരും. ആൻഡ് ഇത് ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ആ ഒരു ബ്രാൻഡിന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് വെയർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഞാൻ അത് മേടിച്ചത് 5 UK ആണ്. എനിക്കാണെങ്കിൽ സോള് ചെറിയ രീതിയിൽ ലെങ്ത്ത് കുറവാട്ടോ. പക്ഷെ അത് നന്നായി കയറ്റിയിട്ടാൽ അത് തോന്നത്തില്ല. പക്ഷെ നമ്മൾ കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് ഫൂട്ട് നമ്മുടെ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ സോൾ എനിക്ക് ചെറിയ രീതിയിൽ ഷോർട്ടാട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 399 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഹാൻഡ് ബാഗാണ്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായ ലെനോപ്രോസിൻ്റെ ഹാൻഡ് ബാഗ്. അവിടെ ഹാൻഡ് ബാഗ്സൊക്കെ അടിപൊളിയാട്ടോ. നല്ല ബാഗ് കളക്ഷൻ ഉണ്ട് അവർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഹാൻഡ് ബാഗ്സ് ആട്ടോ. സോ ഇതാണ് നമ്മുടെ ബാഗ്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ ആമസോൺ ഹോൾ വീഡിയോയിൽ അത് കാണാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ വട്ടം അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്രാവശ്യം ഞാൻ ഗ്രേ ആണ് പർച്ചേസ് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ 2 ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്ലിംഗ് ബാഗ് പോലെ തൂക്കിയിടാം കേട്ടോ. പിന്നെ എക്സ്ട്രാ വള്ളി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണേൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിബാണെങ്കിൽ ഇവിടെ വരെ ഇങ്ങനെ ഓപ്പൺ ആവും കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊന്നും അധികം പുറത്തേക്ക് ചാടി പോകാണ്ട് ശ്രദ്ധിക്കണം. ചില ബാഗ്സിന് ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടാവും, പക്ഷേ ഇതിന് അതില്ല കേട്ടോ. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായി തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ 2 ഓപ്പൺ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ സിപ്പ് പോക്കറ്റ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗാണ്.
ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 1279 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.